Hello, good afternoon. Welcome. Good afternoon. No, ma'am. വന്നുകൊണ്ടിരിക്കണുള്ള ആൾക്കാര് കാണാനില്ല, പകുതി ആളുകളൊന്നും ആയില്ലല്ല. എന്താ മിസ് 2 ചാപ്റ്റർ കംപ്ലീറ്റ് ആവാനുണ്ടായിരുന്നു. ഒന്ന് ക്ലാസിഫിക്കേഷനും ഹോസ്പിറ്റലും വാർഡും. അത് ഫസ്റ്റ് ആ ഒരു വീക്കിൽ പഠിപ്പിച്ച, പിന്നെ അത് എടുത്തിട്ടേ ഇല്ല. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ എടുത്തില്ലെന്നോ? അത് പകുതി എടുത്തിട്ടുള്ളൂ, ഫുൾ എടുത്തിട്ടില്ല. ആരതെടുത്തത് പകുതി? ഏത് മിസ്സാ എടുത്തത്? അത് അർച്ചന എന്ന് പറയുന്ന ഒരു മിസ്സാന്ന് തോന്നുന്നു. ഫസ്റ്റ് വീക്കിൽ എടുത്തയാ. അർച്ചന മിസ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലേ എടുത്തേ? അതെങ്ങനെയാ അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആവണേ? അല്ല, ആ മിസ്സിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഫസ്റ്റ് വീക്ക് എടുത്തതാ ഈ 2 ചാപ്റ്ററും. അത് കംപ്ലീറ്റ് ആയില്ലായിരുന്നു. ഇപ്പൊ പഠിപ്പിക്കുന്ന മിസ്സുമാരൊന്നുമല്ല, വേറെ 2 മിസ്സായിരുന്നു എടുത്തിരുന്നേ. അത് ഒന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞ് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യോ? അശ്വതി മിസ് എടുത്തു അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ടൈം ടേബിൾ അശ്വതി മിസ് ഉണ്ടോ? ഇല്ല, ഇപ്പൊ പഠിപ്പിക്കുന്ന അശ്വതി മിസ് ഇംഗ്ലീഷിന്റെ അല്ലേ? ആദ്യം ഒരു അശ്വതി മിസ് പഠിപ്പിച്ചു. അശ്വതി മിസ് അല്ല, അത് ഇംഗ്ലീഷിന്റെ വേറെ അശ്വതി മിസ് ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കാൻ കയറി അശ്വതി മിസ് ഉണ്ട്. ഓക്കെ, മിസ് എടുത്തിട്ട് കുറച്ചായിട്ട് നിർത്തിയേക്കാണ് അല്ലേ? അതെ അതെ അതെ. അതുപോലെ തന്നെ ത്രീസ മാമിന്റെ ഉണ്ട്. ത്രീസ മാം ആയിരുന്നു വാർഡ് പഠിപ്പിച്ചോണ്ടിരുന്നേ. ഓക്കെ. നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ ഈ കഴിഞ്ഞതും അതിന് മുന്നത്തെ ആഴ്ചയിൽ ഏതൊക്കെ ടീച്ചേഴ്സ് ആണോ നിങ്ങൾക്ക് പറഞ്ഞത് അവരാണ് ഇനി നിങ്ങൾക്ക് ക്ലാസ് എടുക്കുള്ളൂ. അതായത് 4 ടീച്ചേഴ്സ് പ്ലസ് 1 ഇംഗ്ലീഷിന്റെയും 4 ടീച്ചേഴ്സും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കാനും ഒരാള് അശ്വതി മിസ് ഇംഗ്ലീഷിന്റെ അശ്വതി മിസ്സും ആണ്. അങ്ങനെ 5 ടീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അതായത് നേരത്തെ ഇടുന്നവരിൽ നിന്നും അവർ മാറ്റി ടൈം ടേബിളിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേറെയും ബാച്ചസ് ഉള്ളതുകൊണ്ട് അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആ അശ്വതി മിസ് എടുത്ത ടോപ്പിക് വേറെ ആളുകൾ എടുക്കും, അത് കണ്ടിന്യൂ ചെയ്യും. ഞാനൊന്ന് ചോദിക്കട്ടെ, അത് ആരുടെ കയ്യിലാണ് ആ ചാപ്റ്ററിന്റെ ബാക്കിയുള്ളതെന്ന്? അതായത് കണ്ടിന്യൂ ചെയ്യാനുണ്ട് അല്ലെ? ക്ലാസ് ഇൻട്രൊഡക്ഷൻ എടുത്തിരുന്നോ? ഇൻട്രൊഡക്ഷൻ അതല്ല ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയാം. ഇൻട്രൊഡക്ഷൻ എടുത്തു, അശ്വതി മിസ് എടുത്തു. പിന്നെന്താ ഹിസ്റ്ററി ഓഫ് ആതിര മിസ് അത് രണ്ടും എടുത്തിരുന്നല്ലോ. അതെ. അത് കഴിഞ്ഞ് വരുന്നതാണ് മൂന്നാമത്തെയാണ് ഐ തിങ്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് അല്ലേ? അല്ല, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ എടുത്തോ? എടുത്തിട്ടില്ല. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി അശ്വതി മിസ് എടുക്കേണ്ടത് അത് വേറെ ആളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അവര് വന്നിട്ട് എടുക്കും. ഓക്കെ, ഞാൻ ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനത് ആരുടെ കയ്യിലാണ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരട്ടേട്ടാ. നിങ്ങൾ ചോദിച്ചപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ. നിങ്ങള് വേറെ ഒന്നുമില്ലല്ലോ? അതായത് ആ 2 ചാപ്റ്റർ എടുത്തിട്ടില്ല, അതായത് ആരും പകുതി എടുത്ത് വെച്ചത് ആരുടെ കയ്യിലാണെന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഞാൻ ആർക്കാണ് ആ ചാപ്റ്റർ ഇനി വന്നേക്കണേന്ന് ഇപ്പൊ എടുക്കുന്ന ടീച്ചേഴ്സിൽ അത് ആരുടെ കയ്യിലാണ് ആ ചാപ്റ്റർ ഒന്ന് കൺഫേം ആക്കിയിട്ട് ഓടി വരാട്ടാ. പോകല്ലേ? ഓക്കെ.
ഈ സ്റ്റുഡന്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്തവര് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് മെസ്സേജില്, കേറാനുള്ളവര് കേറണേ. ഈ 2 ചാപ്റ്റേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ, ഹാഫ് പോർഷൻ ഒന്നും ആയിട്ടില്ലല്ലോ. 1ഉം 2ഒക്കെ എടുത്തു കഴിഞ്ഞു. ലിങ്ക് വെച്ച് കേറാൻ പറ്റാത്തവർക്ക് അഡ്മിന്റെ നമ്പർ ഇട്ടിട്ടുണ്ടേ, അതിൽ മെസ്സേജ് ഇട്ടാ മതി. എല്ലാരും PDF എടുത്തായിരുന്നാ? കേട്ടില്ല. എല്ലാരും PDF എടുത്തോ? പ്രിന്റ് എടുത്തു. ഒരെണ്ണത്തിന്റെ പകുതി ഇടയ്ക്ക് വെച്ച് തന്നിട്ട് ടീച്ചർമാരെ കൊണ്ട് മാറ്റിയില്ല. നോക്കാം. ഓക്കെ. അത് എടുക്കുന്നത് വാഹിദ മിസ് ആണ് കേട്ടോ. ഇനി അത് കണ്ടിന്യൂ ചെയ്യുന്നത് വാഹിദ മിസ് ആണ്. ആ ടോപ്പിക്കുകൾ ടീച്ചേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല ബാച്ചസിലേക്ക് അറേഞ്ച് ചെയ്തപ്പോ ഇനി വാഹിദ മിസ് ആണ് ഇൻസ്റ്റെഡ് ഓഫ് അശ്വതി മിസ് എടുക്കാനുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പുള്ളിക്കാരുടെ ഇടയിലാണ്. ഞാൻ അത് ആരുടെ എല്ലാം ഞാൻ തന്നെയാണ് ഇട്ട് വെച്ചത്. പക്ഷെ അത് ആർക്കാണെന്ന് നമ്മളെല്ലാം ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ, പല പല ക്ലാസ്സസ് ഉള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പോയതാ ഏത് ടീച്ചറിന്റെ കയ്യിൽ ആ ചാപ്റ്റർ ഉള്ളതെന്ന്. ഓക്കെ, അത് മാത്രമല്ലേ ഉള്ളൂ. എടുത്തുതരും. നിങ്ങൾ ഒന്നും പേടിക്കണ്ട. നിങ്ങളുടെ എല്ലാ ചാപ്റ്ററും നമ്മൾ എടുക്കട്ടെ, നിങ്ങൾ വിടുള്ളൂ. അത് ഓർത്ത് നിങ്ങൾ പറഞ്ഞത് ഓക്കെ, എനിക്ക് മനസ്സിലായി. കാരണം ഞാനും ഇപ്പൊ കൺഫ്യൂസ്ഡ് ആയി, ആർക്കാണ് ഇനിയിപ്പോ ആ ചാപ്റ്റർ മിസ്സായി പോവോ. അപ്പൊ നോക്കി, ഞാൻ ഇതൊക്കെ ലേബൽ ചെയ്ത് അവിടെ ഒട്ടിച്ചു വെച്ചേക്കണം. നമ്മൾ ഇരിക്കുന്ന സ്പേസിൽ തന്നെ ഓരോ ടീച്ചേഴ്സും ഓരോ ക്ലാസ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുക്കണം എന്നുള്ളതൊക്കെ എഴുതി ഒട്ടിച്ചേക്കാം. മനുഷ്യന്റെ അവസ്ഥയല്ലേ, മറന്നുപോയാലോ. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുകയും വേണം. അത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് അവിടെ. ഞാൻ പോയി നോക്കി. അപ്പൊ നോക്കിയപ്പോ വാഹിദ മിസ് ആണ് അതിന്റെ ബാക്കി എടുക്കുന്നത് കേട്ടോ. ഈ ഹോസ്പിറ്റൽ വാർഡ്സും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലൊക്കെ മിസ്സിന്റെ ടോപ്പിക്സിലാണ് ഇനി വരിക. അപ്പൊ എവിടെയാണോ ടീച്ചർ നിർത്തിയേക്കുന്നത്, അശ്വതി മിസ് നിർത്തിയത്, അവിടെ നിന്ന് തുടങ്ങി ടീച്ചർ കണ്ടിന്യൂ ചെയ്തോളും. ഓക്കെ, ക്ലിയർ ആണല്ലോ മാം? ഈ ഫീസ് അടയ്ക്കാനുള്ളതിന് ഇതുവരെ എന്നെ ആരും വിളിച്ചിട്ടില്ല. ഫീസ് അടച്ചിട്ടില്ല ഇതുവരെ? ഇല്ല, എനിക്ക് ആരും കോള് വന്നിട്ടില്ല. ഇതിലേക്ക് അടയ്ക്കേണ്ടത് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് സാധാരണ അടയ്ക്കാൻ വേണ്ടി എന്തോ ഒരു സംഭവം തന്നിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞേ. ഇല്ല, രജിസ്ട്രേഷന്റെ ഫീസ് വിളിക്കുമെന്നാ പറഞ്ഞത്. ഇന്നലെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്, ഒരു ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ. പക്ഷെ ഏത് നമ്പറിൽ നിന്ന് വിളിക്കുന്ന ആ നമ്പറിലേക്ക് മാത്രം അയക്കാനാ പറഞ്ഞത്. പക്ഷെ ഇതുവരെ എന്നെ ആ 3 കോളൊന്നും ഇതുവരെ വിളിച്ചിട്ടില്ല. സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ട നമ്പർ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അതായത് 3 നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ നമ്മളെ വിളിക്കൂ, ആ നമ്പറിലേക്കാണ് അയച്ചിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് എടുക്കണ്ടേന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതുവരെ ആ നമ്പറിന്ന് വിളിച്ചിട്ടില്ല. ഇല്ല, വിളിച്ചിട്ടില്ല. അതെ, നാളെയും കൂടിയേ ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. നാളെ ലാസ്റ്റ് ഡേറ്റ്. ഞാൻ അവിടെ പറയാട്ടാ. എന്തായാലും കാശിന്റെ വിളിക്കും. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഇല്ലല്ലോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇത്രയും കുട്ടികളൊക്കെ വരാറുള്ള 76, 76, 74 ആയിരിക്കും. 2 ഇവിടത്തെയാണ്. ഓക്കെ, നമുക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബിന് ഇവിടെ വയനാടൊക്കെ സ്കോപ്പ് കുറവാണോ? വയനാട് സ്കോപ്പ് കുറവാണ് ജോലിക്ക്. അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ഇതിനൊക്കെ സാധ്യതകളുണ്ട്. ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും അതിന് സാധ്യതയുണ്ട്. നമ്മളത് തേടി പിടിച്ച് കണ്ടുപിടിച്ച് അന്വേഷിച്ച് നമ്മളുടെ കഴിവൊക്കെ ഉപയോഗിച്ച് നമ്മളത് നേടിയെടുക്കാൻ നോക്കണം. അത് വയനാട് മാത്രം ആണ് എന്ന് പറഞ്ഞാൽ അവിടെ മാത്രം നമ്മൾ ജോലി ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളുവെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ നമുക്കുള്ള ഒരു സീറ്റ് എവിടെയാന്ന് വെച്ച് ഉറപ്പിക്കണം. അവിടെ നിന്ന് പുറത്ത് പോകാൻ പറ്റില്ല. ചിലർക്ക് അങ്ങനത്തെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. പുറത്ത് വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റില്ല. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവിടുന്നൊക്കെ നമ്മൾ നമ്മുടെ കഴിവ് ഉപയോഗിച്ച് മാക്സിമം അത് ഉപയോഗിക്കാം. ഓക്കെ മിസ്, ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ? അപ്പൊ ഗവൺമെന്റിലേക്ക് ഇതെങ്ങനെയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? PSC വഴിയായിട്ടാണോ?
ഗവൺമെന്റ് അല്ല ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത് മുഴുവൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ്. ഗവൺമെന്റിലേക്കൊക്കെ ഇനി അത് വന്ന് തുടങ്ങുമായിരിക്കും. ഓക്കെ, ഇപ്പൊ അറ്റ് പ്രസന്റ് ഇതില്ല. പിന്നെ എന്താ പറയാ, നമ്മുടെ നേരത്തെ നമ്മൾ പറയാറുള്ള പോലെ മറ്റേ എന്താ പറയാ, നമ്മള് എംപ്ലോയ്മെന്റിൽ രജിസ്ട്രേഷൻ ഉണ്ട് ഇപ്പൊ, അതിപ്പോ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പതിയെ പതിയെ ആയിരിക്കും വരിക. ഓരോ ഈ പറയുന്ന കോഴ്സുകളൊക്കെ പുതിയതായിട്ട് ഇങ്ങനെ ഇത്രയും വൈഡ് ആയിട്ട് ഇങ്ങനെ വന്നേക്കുന്നതാണ്. ഇപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, പബ്ലിക് റിലേഷൻസ് ഓഫീസേഴ്സ്, അതായത് PRO, അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട് പുതിയ പുതിയ കോഴ്സസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പതുക്കെ ഇതിനകത്തേക്ക് കൂടി ആഡ് ഓൺ ചെയ്യപ്പെടും. അത് പതുക്കെ ആയിരിക്കും. ഒറ്റയടിക്ക് അങ്ങോട്ട് ഓടിക്കേറിയിട്ട് ഇതെല്ലാത്തേക്കും എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എംപ്ലോയ്മെന്റിൽ വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മള് എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയെന്ന് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി പോയ ഒരു സ്റ്റുഡന്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഇൻഫോർമേഷൻ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പതിയെ വരുവുള്ളൂ. ബാക്കിയൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അതില്ലാതെ തന്നെ അവിടെയൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളുടെ കഴിവ് ഉപയോഗിച്ച് നമ്മൾ അവിടെ പോകാനും അതുപോലെ തന്നെ വേണ്ടിയിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, കഴിഞ്ഞില്ലേ? മിസ്സേ, അതുപോലെ ഇംഗ്ലീഷിന്റെ എക്സാം ഉണ്ടെന്ന് പറയുന്നല്ലോ. എടാ, ഇംഗ്ലീഷിന്റെ എക്സാം സെപ്പറേറ്റ് ആയിട്ടല്ല. നമ്മുടെ ഇംഗ്ലീഷ് ഈ ഒരു ഇതിനോട് കൂടി ചേർത്തിട്ടാണ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസും ഇടുന്നത്. സെപ്പറേറ്റ് അല്ല. നിങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇംഗ്ലീഷിന്റെയും ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ PSC ഒരുപാട് പല മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറില്ലേ? അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ചാപ്റ്റേഴ്സിൽ നിന്നും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ഓൺ ചെയ്തിട്ട് ഇതെല്ലാം കൂടി ചേർത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അതും ഒബ്ജക്റ്റീവ് ടൈപ്സ്. ഇത് ഉദ്ദേശം നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ആരോടെങ്കിലും ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. വലിയ ഇംഗ്ലീഷ് എന്താ പറയാ, ഇംഗ്ലീഷുകാർ സംസാരിക്കുന്ന പോലെയല്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ, ഇപ്പൊ ഹോസ്പിറ്റൽസിൽ തന്നെ നമുക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ പറയാ, ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും മലയാളീസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അവര് എന്തെങ്കിലുമൊക്കെ നമ്മളോട് ചോദിക്കുമ്പോ നമ്മൾക്ക് അവരോട് ചോദിക്കുന്ന അതേ തൊട്ടിൽ തന്നെ അങ്ങോട്ടേക്കും ഒരു റിപ്ലൈ ഒക്കെ കൊടുക്കാൻ പാകമാകുന്ന രീതിയിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്ന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് കൂടുതലും. അതോടൊപ്പം ഈ പറയുന്ന അത് എന്തായാലും അത് എടുക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് നമുക്കൊരു റിസൾട്ട്, നിങ്ങൾ എത്രത്തോളം അതിനെയൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ചില സാധനങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു എന്നാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ തീർന്നല്ലോ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. എവിടെ വരെയൊക്കെ നമ്മൾ എടുത്തു? എല്ലാം ഓർമ്മയുണ്ടാ? ആഴ്ചയിൽ ഒരിക്കലും എന്നെ കാണുമ്പോ എന്നെ നിങ്ങൾ മറന്നുകൊണ്ടോന്നാവോ? എവിടെ വരെ എടുത്തു? എന്നിട്ട് വേണം സൗണ്ട് മ്യൂട്ട് ചെയ്യാൻ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? OPD എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞ് പാരഗ്രാഫാണ് നമ്മൾ എടുത്തു നിർത്തിയത്. അതായത് നമ്മൾ അതിന്റെ തൊട്ട് മുകളില് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നും, അതുപോലെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ഇൻപേഷ്യന്റ് സർവീസസും ഔട്ട് പേഷ്യന്റ് സർവീസസും എന്ന് പറയുന്ന ഈ ഒരു ക്ലാസിഫിക്കേഷൻ, ഈ ബോക്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ താഴെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുകയാണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഔട്ട് പേഷ്യന്റ് സർവീസസ് ഏതൊക്കെയാണ്, അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് OPയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, അതിനെ കുറിച്ചാണ് വിശദമായിട്ട് പഠിക്കുന്നത്. അതിന്റെ ഒരു ബേസ് എന്നതുപോലെ OPD എന്താണ് എന്ന് നമുക്കറിയണം. നമുക്കറിയാം OP എന്ന് പറഞ്ഞാൽ പോയി ചിട്ടെടുത്ത് ഡോക്ടറെ കാണുന്നത്, അത്രേ ഉള്ളൂ ആ OP എന്ന് കേൾക്കുമ്പോ. പക്ഷെ മോർ ദാൻ ദാറ്റ് അതിന് പിന്നിൽ വേറെയും കുറച്ച് കാര്യങ്ങളൂടി എക്സ്ട്രാ ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു സാധനം വായിച്ചു കഴിഞ്ഞപ്പോഴായിരിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുക അല്ലെ? ഒരു പേഷ്യന്റ് ഫോർ എ പർട്ടിക്കുലർ ഡേ, ഒരു ഡേയുടെ കൺസൾട്ടേഷന് വേണ്ടി വരികയും ഡോക്ടേഴ്സ് കൊടുക്കുന്ന കൺസൾട്ടേഷനും അതുപോലെ തന്നെ അഡ്വൈസ്, അവർ സജസ്റ്റ് ചെയ്യുന്ന മരുന്നുകൾ, പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോയി കഴിക്കുക. ആഫ്റ്റർ വേർഡ്സ് ഇഫ് ദേ ആർ ആസ്കിംഗ് us to come for a follow up, അതും നമ്മൾ ചെയ്യാം അല്ലെ? ഇത് കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് വരുമോ അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് വരുമോ എന്നൊക്കെ പറയുമ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് പോലെ അതൊക്കെ കഴിച്ച് നമ്മൾ വന്ന് വിവരം പറയുക. അതർവൈസ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ വരേണ്ടയും ആവശ്യമില്ല അല്ലെ? അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് OP.
പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് വിതിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ ഹോസ്പിറ്റൽ ലാസ്റ്റ് ഫോർ ഓൺലി എ ഡേ. ഒരു ദിവസത്തിനുള്ളിൽ ആ ഹോസ്പിറ്റലിലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവസാനിപ്പിച്ച് ഒരു ദിവസം തീരുന്നതിന് മുമ്പ് നമ്മൾ ആ ഹോസ്പിറ്റൽ ബൗണ്ടറി വിട്ട് പുറത്തേക്ക് പോകുന്നു. ഒരു സ്പെസിഫിക് ടൈമിലാണ് OP പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യവും കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും അത്തരം സമയങ്ങളിൽ OP കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ എക്സ്ട്രാ അറിവുകൾ നമുക്ക് അതോടൊപ്പം കിട്ടി. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നിരുന്നിട്ടല്ല കേട്ടോ, കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷെ കുറെ പേർക്കൊക്കെ ഇതിനെ കുറിച്ച് അറിവില്ലായിരിക്കാം. നമ്മളിപ്പോ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമുക്കറിയാലോ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് നമ്മൾ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാ. എന്ന് വെച്ചാൽ ആസ് എ ഹോൾ നമ്മുടെ ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യുക അല്ലെ, അവിടെ നടക്കുന്ന എല്ലാ ഫങ്ഷൻസും മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, സ്റ്റാഫിനെയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും അവിടെയുള്ള എംപ്ലോയീസിനെയും പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയറിങ് കിട്ടാണ്ടോ എന്ന് നോക്കുക. ഇതെല്ലാം മൊത്തത്തിലുള്ള മാനേജ്മെന്റ് ആണ്. അപ്പൊ ഈ മൊത്തത്തിലുള്ള മാനേജ്മെന്റ് നടത്തുന്ന നമുക്ക് ഈ മൊത്തത്തിൽ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നതിന്റെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്ന ഈ ഒരു ചാപ്റ്റർ. അപ്പൊ നമ്മൾ OP ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് അറിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നോക്കാം. ഇവിടെ വരെ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും അല്ലെ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓരോന്നോരോന്നും നോക്കാൻ പോവാണ്. ബിഫോർ ദാറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ, എന്തെങ്കിലും സൗണ്ട് വരും. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലും അതെ നമ്മള് തൊട്ട് മുന്നത്തെ മോർണിംഗ് ബാച്ചിൽ ഇതുപോലെ തന്നെ നമ്മൾ ഒരു 5-10 മിനിറ്റ് ലാസ്റ്റ് ടീച്ചേഴ്സിനോട് അൺമ്യൂട്ട് ചെയ്തിട്ട് അവർക്കുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർ ചോദിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നോട്ട് കൊടുക്കാം. അങ്ങനെ അവരോട് എന്തെങ്കിലും ചോദിക്കാം, പറയാം. അവസാനം 10 മിനിറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോഴും ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലും തൊട്ട് മുന്നത്തെ ക്ലാസ്സിലും എത്ര പറഞ്ഞാലും അങ്ങനത്തെ ഒരു ചില കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളുടെ സൗണ്ട് പുറത്തേക്ക് പോകാതെ, അതായത് അങ്ങനെ എന്തെങ്കിലും സൗണ്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളത് മ്യൂട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് മ്യൂട്ട് ചെയ്യുക. നമ്മളിവിടെ ഓൾ മ്യൂട്ട് കൊടുത്തു, അത് കഴിയുമ്പോൾ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിവൈസുകൾ മ്യൂട്ട് അല്ലാത്തതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഓപ്പൺ ആകുമ്പോൾ വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നത്. അത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആണ്. കൂടുതലും ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് ആണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും ഓൾ മ്യൂട്ട് കൊടുക്കുന്ന എന്നുള്ള തീരുമാനം. ഓക്കെ, അപ്പൊ അത് പിന്നെ സൗണ്ട് ഒക്കെ ക്ലിയർ ആകാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അടുത്ത ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ OP-യിൽ വരുന്ന ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. കാഷ്വാലിറ്റിയുടെ മറ്റൊരു പേരാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഇതിന് മറ്റു പേരുകളൊക്കെ ഉണ്ട്. എന്താ പറയാ, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നും ഇതിന് പേരുണ്ട്. A&E ഡിപ്പാർട്ട്മെന്റ് എന്നും ഇതിന് പേരുണ്ട്. അപ്പൊ 4 പേരുകൾ ഓർത്തിരിക്കുക കേട്ടോ. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, A&E ഷോർട്ട് ആയിട്ട് ആക്സിഡന്റ് ആൻഡ് എമർജൻസിന് ഷോർട്ട് ആക്കി വിളിക്കുന്നതാണ്. അപ്പൊ പേരുകളൊക്കെ ചിലപ്പോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരും. അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്, അതിൽ പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ വേറെയൊക്കെ തരും. അപ്പൊ നമ്മള് അതൊക്കെ ഓർത്തിരിക്കണം, മറക്കണ്ട. 4 പേരുകളുണ്ട്: കാഷ്വാലിറ്റി, എമർജൻസി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി, A&E ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളാണ് ഒരു ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ വരുന്നത്. കാഷ്വാലിറ്റിയിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് ഇവിടുത്തെ പ്രത്യേകത? നമ്മൾ പറഞ്ഞതാണല്ലോ, the patients are brought into the hospital by an ambulance in emergency situation. അതായത് പ്രധാനമായിട്ടും ഓൾ കൈൻഡ്സ് ഓഫ് എമർജൻസി സിറ്റുവേഷൻസിലാണ് ഇവിടെ പേഷ്യൻസിനെ കൊണ്ടുവരാം. മിക്കവാറും അത് ആംബുലൻസിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്വന്തം വാഹനമാണെങ്കിലും എന്താ പറയാ ഭയങ്കര സൗണ്ട് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഹോണൊക്കെ അടിച്ചോ, അല്ലെങ്കിൽ ലൈറ്റ് ഒക്കെ പകൽ സമയമാകുമ്പോ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഹോണൊക്കെ നന്നായിട്ട് അടിച്ചിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുവരാം. മിക്കവാറും ആംബുലൻസിൽ എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെയാണ് നമ്മുടെ കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കൊണ്ടുവരുന്നത്. ഓൾ കൈൻഡ്സ് ഓഫ് എമർജൻസീസ് ആർ എന്ത് ചെയ്യുന്നു, ഹാൻഡിൽഡ് ഇൻ ദിസ് കാഷ്വാലിറ്റി. ഇവിടെ ഹാൻഡിൽ ചെയ്യപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി ഈ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി വെൽ എക്യുപ്ഡ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് എമർജൻസീസ്. ഇവിടെ കൊണ്ടുവരുമ്പോ പേഷ്യൻസിന് അത് എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും കൂടുതലും വരിക? ഒന്നില്ലെങ്കിൽ ആക്സിഡൻസ്, അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലംസുമായിട്ട്, ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പോയ്സണസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, എന്തെങ്കിലും എമർജൻസി തരത്തിലായിരിക്കും ഇവിടെ പേഷ്യൻസിനെ കൊണ്ടുവരാം.
അപ്പൊ അങ്ങനെ വരുമ്പോ അവരെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ പാകത്തിന് അവിടെ അത്തരം മെഷീൻസ് ഇപ്പൊ ഹാർട്ട് അറ്റാക്കായിട്ട് ബന്ധപ്പെട്ട ഒരു പേഷ്യന്റ് വരുമ്പോ അവരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും ആ ഒരു എന്താ പറയാ ഒരു ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ആ ഹാർട്ട് അറ്റാക്കിൽ നിന്നും അവരെ മുക്തി കൊടുത്ത് അവരെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന എന്തെങ്കിലും എക്യുപ്മെന്റ് ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഭയങ്കര വലിയൊരു ഇത് ചെയ്യുന്ന പ്രസ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ. അങ്ങനത്തെ ഏത് വിഭാഗത്തിലുള്ള ആളുകളാണ് വരുന്നത്, അവരെ ട്രീറ്റ് ചെയ്യാൻ പാകത്തിലുള്ള എമർജൻസി എക്യുപ്മെന്റുകൾ ഷുഡ് ബി അവൈലബിൾ ദർ. അതൊക്കെ അവിടെ കൊണ്ടു വെച്ചിരിക്കണം. അല്ലാതെ പേഷ്യന്റിനെ കൊണ്ടത് കാഷ്വാലിറ്റിയിൽ കയറ്റി കഴിയുമ്പോൾ ഈ സാധനം ഇവിടെ ഇല്ല, അത് പോയി തിരക്കാനൊക്കെ പോകേണ്ടത്. കാരണം ആ സമയം കൊണ്ട് വിതിൻ മിനിറ്റ്സ് ഓർ സെക്കൻഡ്സ് ഒരാളുടെ ലൈഫ് വളരെയധികം ഡേഞ്ചർ സിറ്റുവേഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ അതിന് നമ്മൾ ഇട കൊടുക്കാതെ കൺവീനിയന്റ് ആയ രീതിയിൽ ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി എക്യുപ്ഡ് ഇൻ കാഷ്വാലിറ്റി. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഇതെല്ലാം തന്നെ എക്യുപ്ഡ് ആയിരിക്കണം. ആൻഡ് ദ കാഷ്വാലിറ്റി ഇൻ എ ഹോസ്പിറ്റൽ വർക്ക്സ് അറൌണ്ട് ദ ക്ലോക്ക്. ഒരു ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി 24 hours വർക്കിംഗ് ആയിരിക്കും. 24/7 എന്നും പറയാം. എന്ന് പറയുമ്പോൾ ഒരു വീക്കില് ഒറ്റ ദിവസം പോലും അവധിയില്ലാതെ 24 hours വർക്ക് ചെയ്യപ്പെടുന്ന, ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം അവിടെ മനുഷ്യന്മാർക്ക് ഇതുപോലെയുള്ള എമർജൻസീസ് എപ്പോഴാണ് വരാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു പർട്ടിക്കുലർ ടൈം നമുക്ക് പറയാൻ പറ്റില്ല. ഒപിയിലെ പറഞ്ഞ പോലെ, ഒപിയില് നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്പെസിഫിക് ടൈം ഉണ്ട്, അത് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും രീതിയിലുള്ള പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ കാഷ്വാലിറ്റിയിൽ നമ്മൾ ചീട്ട് ചെയ്തിട്ടാണ് കയറുക. അല്ലെങ്കിൽ ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ വരുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ഡേ ടൈമിലെല്ലാം തന്നെ കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നത്. അപ്പൊ ഡേ ടൈമില് മിക്കവാറും കാഷ്വാലിറ്റിയിൽ മറ്റു പേഷ്യൻസിന് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലെയുള്ള എമർജൻസി സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാ എക്യുപ്മെന്റ്സും അവിടെ ഉണ്ടായിരിക്കണം. വർക്ക്സ് അറൌണ്ട് ദ ക്ലോക്ക് ആണ്. ഒരു ക്ലോക്കിന്റെ ഫുൾ എന്ന് പറയുമ്പോൾ 24 hours അത് എന്താ പറയാ ഓപ്പൺ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി here when the patients are brought into this department, they are assessed according to the degree of their injury or emergency. ഇവിടെ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ എമർജൻസി എത്രത്തോളം കാഠിന്യമേറിയതാണ്, എത്രത്തോളം മോശം സിറ്റുവേഷനിലാണ് പേഷ്യൻസിനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ ബേസിസിൽ they will be given immediate treatment. അവർക്ക് എന്ത് കൊടുക്കുന്നു? പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് പെട്ടെന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുത്ത് when they are okay, അതായത് ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ they will be shifted to the specialized department for further treatment. അവരുടെ എന്തുമായിട്ട് ബന്ധപ്പെട്ട ആ ക്രിട്ടിക്കൽ സ്റ്റേജിലാണോ കൊണ്ടുവന്നേക്കണേ അതൊന്ന് സ്റ്റേബിൾ ആകുമ്പോൾ, ഒരുവിധം ഓക്കെ ആകുമ്പോൾ, ലൈഫ് എന്താ പറയാ അങ്ങോട്ട് പോകില്ല, തിരിച്ച് നമുക്ക് കിട്ടി എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് വരുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഇപ്പൊ ഹാർട്ടിന്റെ ആണെങ്കിൽ കാർഡിയോളജിയിലേക്ക്, അല്ലെ? ആക്സിഡൻസ് ഒക്കെ ആണെങ്കിൽ ഓർത്തോ, വലിയ ഇഞ്ചുറി ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന അങ്ങനത്തെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിൽ അവിടുത്തെ ആ ഒരു ചെറിയ ട്രീറ്റ്മെന്റ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ട് അവരെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോർ ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി അങ്ങോട്ട് അയക്കുന്നു. ഇതാണ് നമ്മുടെ കാഷ്വാലിറ്റി. അപ്പൊ കാഷ്വാലിറ്റിയിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കാഷ്വാലിറ്റി, എമർജൻസി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി, എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇതിന് പേരുണ്ട്. ഇത് എമർജൻസി സിറ്റുവേഷൻസിൽ ആംബുലൻസിലായിരിക്കും ഹിയർ ദ പേഷ്യൻസ് വിൽ ബി ബ്രോട്ട് ഇൻ ടു ദ ഹോസ്പിറ്റൽ. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വർക്കിംഗ് അറൌണ്ട് ദ ക്ലോക്ക് വിത്ത് വെൽ എക്യുപ്ഡ് with all kinds of emergencies. എല്ലാ തരത്തിലുള്ള എമർജൻസീസും വെച്ചിട്ട് വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഇടമായിരിക്കണം നമ്മുടെ കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓൾസോ ദ പേഷ്യൻസ് വിൽ ബി അസസ്ഡ് അക്കോർഡിംഗ് ടു ദ ഡിഗ്രി ഓഫ് ദെയർ ഇഞ്ചുറി. അല്ലെ, അവരുടെ ഇഞ്ചുറി അല്ലെങ്കിൽ എന്ത് രോഗമാണോ അതിന്റെ ആഴം മനസ്സിലാക്കി ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വിൽ ബി പ്രൊവൈഡഡ് ആൻഡ് ദെൻ afterwards they will be transferred to the specialized department for further treatments എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കാഷ്വാലിറ്റിയിൽ വരുന്നത്. മനസ്സിലായോ? എന്താണ് കാഷ്വാലിറ്റി എന്ന് മനസ്സിലായോ? കുറച്ച് പോയിന്റുകളേ ഉള്ളൂ. ആ പോയിന്റ് മനസ്സിലാക്കുക. എന്തൊക്കെയാണ്? ഓക്കെ, ക്ലിയർ ആണ്? പ്രോബ്ലംസ്, പേഷ്യൻസ് who are brought into the hospital by ambulance, emergency situation. അതൊരു കാര്യം. ആംബുലൻസ്, എമർജൻസി സിറ്റുവേഷൻ, ആ രണ്ട് വേർഡ് മനസ്സിൽ പതിയാണ്. ഓക്കെ, പിന്നെന്താണ്? ഡിപ്പാർട്ട്മെന്റ് വർക്ക്സ് റൗണ്ട് ദ ക്ലോക്ക്. ക്ലോക്കില് ഫുൾ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഫുള്ള് വർക്കിംഗ്, 24 hours വർക്കിംഗ് മറ്റൊരു രീതിയിൽ പറയാം. വെൽ എക്യുപ്ഡ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് എമർജൻസീസ്. എല്ലാ എമർജൻസീസുമായിട്ട് വെൽ എക്യുപ്ഡ് ആയിരിക്കണം എന്നുള്ളതും അറിഞ്ഞിരിക്കണം. പിന്നെന്താ? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വിൽ ബി ഗിവൺ അക്കോർഡിംഗ് ടു ദ ഡിഗ്രി ഓഫ് ഇഞ്ചുറി. ഇഞ്ചുറിയുടെ ആഴം മനസ്സിലാക്കി അവർക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഷിഫ്റ്റഡ് ടു ദ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ഫർദർ ട്രീറ്റ്മെന്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ?
ഓക്കെ, ഇപ്പത്തെ കയ്യിൽ ഒന്നും വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് വേണ്ടി ചോദിച്ചത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിണ്ടാവുന്ന മനസ്സിലാക്കി. സോ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. അടുത്തതാണ് ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി, അല്ലെ? Nowadays most of the problems is related to our heart. ഇന്ന് കൂടുതൽ നമുക്ക് കാണുന്ന പ്രോബ്ലംസ്, കൂടുതലും ആളുകളിൽ കാണുന്ന ചില പ്രശ്നങ്ങളാണ് ഹാർട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതിന് ഒരു പരിധി വരെ നമ്മളുടെ ലൈഫ് സ്റ്റൈല്, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, അല്ലെ, നമ്മളുടെ എക്സസൈസ് ഇല്ലായ്മ, അല്ലെ, ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾക്ക് ഈ ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നതിന്. Okay, whatever it may be, this department indicates to deal with the problems which is related to our heart. ഹാർട്ട് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട, ബ്ലഡിന്റെ സർക്കുലേഷൻ ആണ് കേട്ടോ, ബ്ലഡ് സർക്കുലേഷൻ ഹ്യൂമൻ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് പറയുന്നത്. ഹ്യൂമൻ ഹാർട്ട് ആൻഡ് സർക്കുലേഷൻ, അതിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി കാർഡിയോളജിയിൽ ഒരു വൈഡ് വെറൈറ്റി ഓഫ് അല്ലെങ്കിൽ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകളാണ് ഇന്ന് കൊടുക്കുന്ന. ഡിഫറെന്റ് ഡിസീസസ് ആർ ക്യൂർഡ് അണ്ടർ ദിസ് കാർഡിയോളജി. ഒത്തിരി ഡിസീസസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഡിസോർഡേഴ്സ് ഓഫ് ഹാർട്ട്, പ്രധാനമായിട്ടും ഹാർട്ടിന്റെ ഡിസോർഡർ, താളക്രമങ്ങളൊക്കെ, അല്ലെ, അതിന്റെ ക്രമക്കേടുകൾ, ശരിയായ രീതിയിൽ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എങ്കിൽ അതൊക്കെ ഹാർട്ട് പ്രോബ്ലംസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെയാണ് കാർഡിയോളജിയിൽ കൊടുക്കുക. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് പ്രൊവൈഡിങ് ബോത്ത് ട്രീറ്റ്മെന്റ് ഫോർ ബോത്ത് ഇൻ പേഷ്യൻസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. ഇൻ പേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും ഒരുപോലെ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു ഇടം കൂടിയാണ് കാർഡിയോളജി. ബിക്കോസ് ഇപ്പൊ നമ്മൾ അവിടെ പേഷ്യൻസ് വരുന്നു, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നെഞ്ചുവേദനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഒ പിയിൽ നമ്മൾ എന്താ പറയാ ചിട്ട് എഴുതുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. അത് എല്ലാം തന്നെ ഹാർട്ട് പേതാണെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും വേദന ചിലപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ടാകാം. അതൊക്കെ പരിശോധിച്ച് ഡയഗ്നോസിസ് ചെയ്ത് അവർക്ക് ട്രീറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ പ്രൊവൈഡ് ചെയ്യുന്നു. സം പേഷ്യൻസ് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്നിട്ടുണ്ടാകും. സോ ദേ വിൽ ബി അഡ്മിറ്റഡ് ബൈ ദ ഡോക്ടേഴ്സ്. അപ്പൊ അങ്ങനെയുള്ളവരെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് രണ്ട് രീതിയിലും ട്രീറ്റ്മെന്റ് കാർഡിയോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് പ്രോബ്ലംസ്, നമ്മുടെ ഹാർട്ട് ഡിസീസസിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏരിയ കവർ ചെയ്യുന്നതിന് ഒരു പേരുണ്ട്. അതിന് പറയുന്ന പേരാണ് കൊറോണറി ആർട്ടറി ഡിസീസ്, CAD എന്നാണ് പറയാ. അതായത് വൈഡ് എന്താ പറയാ ഡിസീസ്, ഹാർട്ടിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഏരിയ ഓഫ് ഹാർട്ട് പ്രോബ്ലംസ്, ഹാർട്ട് ഡിസീസസിന് ഒരു പേരാണ് CAD അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ്. അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട് ഇവിടെ, ആൻജൈന. ആൻജൈന പോലെയുള്ള കൊറോണറി ആർട്ടറി ഡിസീസ് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അത് എങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാം, അത് ഹൗ ക്യാൻ ഇറ്റ് സോൾവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയറും തൊട്ടടുത്ത് പറയുന്നുണ്ട്, കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലൂടെ നമുക്ക് ഈ ആൻജൈന പോലെയുള്ള കൊറോണറി ആർട്ടറി ഡിസീസ് വരുമ്പോ ഹാർട്ടിന്റെ എന്താ പറയാ സർക്കുലേഷനിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളാണ്, ബ്ലഡ് സർക്കുലേഷനിൽ വരുന്ന ഒരു വ്യതിയാനമാണ്. അതിലൊരു ഉദാഹരണമാണ് എന്ത്, ആൻജൈന. ഈ ആൻജൈനയൊക്കെ അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് ഒരു പരിധി വരെ നമുക്ക് നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മാറ്റി അല്ലെങ്കിൽ അസുഖം ഇല്ലാതെയാക്കി നമുക്ക് എന്താ പറയാ നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടിയൊക്കെ നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റിംഗ്. അത് 3 കണക്റ്റഡ് ആണ് കേട്ടോ. CAD നമ്മുടെ ഹാർട്ട് ഡിസീസസിന്റെ ഏറ്റവും വൈഡ് ഏരിയ ആണ് CAD എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ആൻജൈന. ഈ ആൻജൈന പോലെയുള്ള, ആൻജൈന ഒരു ഉദാഹരണമാണ് കേട്ടോ CADക്ക്. അതൊക്കെ ഒരുപാടുണ്ടെന്നാ പറയാം. അപ്പൊ ആൻജൈന പോലുള്ള ഈ അസുഖങ്ങളെ ഇല്ലാതാക്കാൻ, അത് ആൻജൈന എന്ന് പറഞ്ഞ് എന്താണ്, അപ്പൊ അത് പറയാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ആൻജൈന എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിവിയർ പെയിൻ ഓൺ ദ പാർട്ട് ഓഫ് അവർ ചെസ്റ്റ് വിച്ച് ഈസ് സ്പ്രെഡിങ് ഓഫൺ ടു അവർ ഷോൾഡേഴ്സ്, നെക്ക് ആൻഡ് അവർ ആംസ്. നമ്മുടെ കൈകളിലേക്കും എന്താ പറയാ ഈ കഴുത്തിലേക്കും അതുപോലെ തന്നെ ഷോൾഡറിലേക്കും ഒക്കെ ഒരു നെഞ്ചുവേദനയാണ്. പക്ഷെ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യും. സാധാരണ വെറുതെ ഒരു നെഞ്ചുവേദന വരുന്നതല്ല. ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യാം, അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. എങ്ങോട്ടേക്ക്, കഴുത്തിലേക്കും ഷോൾഡറിലേക്കും ആംസിലേക്കും ഒക്കെ. അത് ചിലപ്പോ ചില എന്താ പറയാ ഇതുപോലെയുള്ള ആൻജൈന പോലെയുള്ള ചില പ്രശ്നങ്ങളാകാം. ബിക്കോസ് ദർ ഈസ് നോ അഡക്വേറ്റ് സപ്ലൈ ഓഫ് ബ്ലഡ് ടു അവർ ഹാർട്ട്. നമ്മളുടെ ഹാർട്ടിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് പമ്പ് ചെയ്യാത്തതിന്റെ ഫലമായിട്ടാണ് ഈ ആൻജൈന പോലെയുള്ള ഈ നെഞ്ചുവേദന ഉണ്ടാകാനുള്ള സാധ്യത. വെറുതെ എപ്പോഴും നമ്മൾ നെഞ്ചുവേദന വരുമ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് എന്താവും, ഡോക്ടറോ അല്ലെ നമ്മൾ എന്ത് പറയും, ഗ്യാസിന്റെയാണ്.
കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും, എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്നൊക്കെ പറയും. പക്ഷെ എല്ലാ ഇതും നെഞ്ചുവേദനകളും ഗ്യാസ് പ്രോബ്ലംസ് ആവണമെന്നില്ല, എല്ലാ നെഞ്ചുവേദനകളും ആൻജൈനയും ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സിംറ്റം കൂടി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ യു മേ കൺസൾട്ട് എ ഡോക്ടർ. നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കൺസൾട്ടേഷൻ ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. നെഞ്ചുവേദന വെറുതെ അങ്ങോട്ട് വന്ന് പോകുകയാണെങ്കിലും നമുക്ക് പേടിയില്ലെങ്കിൽ നമുക്കത് കൺസൾട്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പണ്ടൊക്കെ അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുമായിരുന്നു, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ഒരുപാട് ചെയ്യായിരുന്നു. ഇന്ന് നമ്മൾ എന്തോരം ജോലിയാ ഒരു വീട്ടില് എന്നൊക്കെ പറയും അല്ലെ. പക്ഷെ എന്തോരം ജോലിയാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ ഈ കുഞ്ഞ് കൈകൾ നമ്മൾ നിന്ന് ഇട്ടാവട്ടത്ത് നിന്ന് ചെയ്യുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് പല മെഷീൻസും ആണ് നമ്മുടെ വീട്ടില് അല്ലെ. പല മെഷീൻസും അല്ലേ ചെയ്യുന്നത് അല്ലേ. പണ്ടത്തെ പരമ്പരാഗതമായ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നവരും അല്ലെങ്കിൽ തുണി കഴുകുന്നവരും ഒക്കെ ഉണ്ടോ ഇവിടെ? ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല മെഷീൻസും ആണ് ഇന്ന്. ഇൻസ്റ്റെഡ് ഓഫ് നമ്മളുടെ ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. സമയമില്ല എന്നുള്ളത് ഒരു കാര്യം. പിന്നെന്താ, സമയമില്ല എന്ന് പറയുന്നത് ഒരു കാര്യം. പിന്നെന്താണ്, നമുക്ക് നമ്മളുടെ ഒരു വർക്കിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ വർക്ക് ജോലി ഭാരം കുറയ്ക്കുക. കാരണം എല്ലാവർക്കും ബിസിയാണ്. കാലത്ത് തന്നെയൊക്കെ എല്ലാത്തിനെയും സ്കൂളിലും ജോലിക്കൊക്കെ വിടണം. അപ്പൊ ഇതൊക്കെ ആ ഒരു സമയത്ത് ചെയ്തു തീർക്കണം. ഓക്കെ, എല്ലാ സമയത്തിന് എപ്പോഴെങ്കിലും വെച്ചുണ്ടാക്കി എപ്പോഴെങ്കിലും കഴിച്ച് അങ്ങനെ നടന്നാൽ പോരല്ലോ. ഇന്ന് എല്ലാവർക്കും പല പല ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ്ഡ് ആണ്. അപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. അങ്ങനെ വരുമ്പോ എന്ത് പറ്റും, ഈ പറയുന്ന ജോലികളൊക്കെ നമ്മൾ മിക്സി ഉണ്ട് അരയ്ക്കാനായിട്ട്, തുണി കഴുകാൻ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഒത്തിരി ജോലികൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി മെഷീൻസ് കണ്ടുപിടിച്ചപ്പോ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുകയും നമ്മൾ പല പല രോഗങ്ങൾക്ക് അടിമകളാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇത്തരം ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളാണ്. അപ്പൊ ഈ ബ്ലഡ് ആവശ്യത്തിന് നമ്മുടെ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യാണ്ട് വരുമ്പോഴാണ് ഈ ഒരു സിവിയർ പെയിൻ നമുക്ക് ചെസ്റ്റ് ഭാഗത്ത് അനുഭവപ്പെടുക. അതെയാണ് നമ്മൾ ആൻജൈന എന്ന് പറയുക. ഈ ആൻജൈന എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, അതായത് ഈ ഒരു സിവിയർ ചെസ്റ്റ് പെയിൻ എന്തുകൊണ്ടാണ് വരുന്നത്, അതിനൊരു കാരണമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നത് കുറവാണെന്ന്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ ഒത്തിരി ഫുഡുകൾ പല രീതിയിലുള്ള ഫാറ്റും കൊളസ്ട്രോളും അതുപോലെ പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ ഉള്ള ഒത്തിരി ഫുഡുകളൊക്കെ നമ്മൾ പല രീതിയിൽ കഴിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് മതി അല്ലെ. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്, കൂടുതലായാലോ അത് പ്രോബ്ലംസ് ആണ്. അതാണ് നമ്മൾ പറയും എണ്ണ ഫാറ്റ് കൂടുന്നു. അപ്പൊ എണ്ണയിൽ വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കേണ്ട, കൊളസ്ട്രോളും അതുപോലെ തന്നെ ഓയിലി സാധനങ്ങളൊക്കെ അധികം ഒഴിവാക്കണം. അതുപോലെ മീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ നമ്മൾ അറിയാം. നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അല്ലെ, കുറെ കാര്യങ്ങളൊക്കെ അറിയാം. കൊളസ്ട്രോളൊക്കെ ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. ഇതൊക്കെ നമ്മൾ അധികം കഴിക്കുന്നത് കൊണ്ട്, നമ്മൾ നമ്മളുടെ ഫുഡില് ശ്രദ്ധിക്കാത്തത് കൊണ്ട്, ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് കുറച്ചൊക്കെ ആവശ്യമാണ്. ഇതെല്ലാം എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരു കഴിക്കുന്ന ആ ഒരു അളവുകളെല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്. പ്രോട്ടീൻ ഇത്ര വേണം, മിനറൽസ് ഇത്ര വേണം, കാൽഷ്യം ഇത്ര വേണം, കൊളസ്ട്രോൾ വേണം, ഫാറ്റ്, ഇതൊക്കെ ആവശ്യമുള്ളതാണ്. ഇത് കൂടുമ്പോഴാണ് പ്രശ്നമാകുക. അപ്പൊ ഈ കൂടുമ്പോ ഇതെന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ ഇങ്ങനെ വരുന്ന കൂടുമ്പോ ഇത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യും. മെയിൻലി കൊളസ്ട്രോള് നമ്മളുടെ ഈ പറയുന്ന ഹാർട്ടിന്റെ ആർട്ടറീസിൽ വന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടും. ഹാർട്ടിന്റെ ആർട്ടറിയില് ധമനി, എന്താ പറയാ, രക്തധമനി, ധമനി എന്നാണ് അതിന് പറയാ. ആർട്ടറി എന്റെ മലയാളം ആണ് ധമനി. ഇതിനകത്തേക്ക് കൂടിയാണ് ഇത് പോകുന്നത്, ബ്ലഡ് പോകുന്നത്. ഈ പറയുന്ന കഴിക്കുന്ന ഫുഡിന്റെയൊക്കെ കൊളസ്ട്രോൾ അളവുകളൊക്കെ കുറെ വന്നിട്ട് ഈ ആർട്ടറിയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി അവിടെ കൂടും. അത് കൂടി അത് അവിടെ ഒരു ബിൽഡപ്പ് ചെയ്യും. എന്ത്, ഒരു പ്ലാക്ക് രൂപത്തില് ബിൽഡപ്പ് ചെയ്യും. എന്താ പ്ലാക്ക് എന്ന് പറഞ്ഞാൽ, ഇനി ഞാൻ അവിടെ പറയുമ്പോ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. പ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ ഡെന്റൽ പ്ലാക്കും വരാറുണ്ട്. അത് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ക്ലിയർ ആവും നിങ്ങൾക്ക്. ഡെന്റൽ പ്ലാക്ക് ഉണ്ട് കുട്ടികളുടെ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ, എല്ലാ കുട്ടികളിലും ഉണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ, ചില കുട്ടികളൊക്കെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ കെയർ കൊടുത്തില്ലെങ്കിൽ അവരിങ്ങനെ വെറുതെ കുഞ്ഞുമാവയുടെ എല്ലാവരുടെ ഉദ്ദേശിച്ചത് ഒരു 5-6 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് തന്നെത്താനൊക്കെ ചെയ്ത് ശീലിപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ കുറെ വലുതായാലും ചെയ്യിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അവരെ കൊണ്ട് ചെയ്യാൻ പ്രാപ്തരാകും അല്ലെ. പക്ഷെ അവര് അത്ര ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ക്ലീൻ ആയിട്ട് അവരത് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് അറിയില്ല. ചില കുട്ടികൾ പ്രോപ്പർ ആയിട്ട് അത് ചെയ്യില്ല.
അപ്പൊ എന്ത് പറ്റുമെന്ന് അറിയാമോ? അവരുടേതായ രീതിയിൽ അവര് ബ്രഷ് ഒക്കെ ചെയ്തൊക്കെ കയറി പോരും. ബ്രഷ് ചെയ്തോന്ന് മാത്രമേ നമ്മൾ ചോദിക്കുന്നു, ഓക്കെ എന്ന് പറഞ്ഞു നമ്മൾ വിടുന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോ ഇഫ് നമ്മളത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ചില ഒരു സബ്സ്റ്റൻസ്, ഒരു യെല്ലോയിഷ് കളറിലുള്ള ഒരു സബ്സ്റ്റൻസ് വന്ന് ഈ പല്ലിന്റെ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ വന്ന് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കൂടി നിൽക്കും. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. ആദ്യം ശ്രദ്ധിച്ച് പല്ല് ശരിയായ രീതിയിൽ അവർ ക്ലീൻ ചെയ്താൽ നമ്മളും കൂടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതുണ്ടാകുന്നില്ല. അതേസമയം നമ്മൾ നോട്ടീസ് ചെയ്യാതെ വിടുകയാണെങ്കിലാണ് ഇത് വന്ന് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യും. അത് ബിൽഡപ്പ് ചെയ്ത് അവിടെ ഇങ്ങനെ ഒരു ഹാർഡ് സബ്സ്റ്റൻസ് പോലെ അവിടെ വന്ന് കൂടിയിരിക്കും. പിന്നെ നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി അത് പല്ലൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കേണ്ടി വരും. അന്നേരം അവരിത് ഇങ്ങനെ ചുരണ്ടി ഒരു അവരുടെ മെഷീൻ ഉപയോഗിച്ച് ചുരണ്ടി പുറത്തേക്ക് എടുക്കുമ്പോൾ കാണാം ഈ സിമെന്റ് ഒക്കെ പൊടിഞ്ഞൊടിഞ്ഞ് വരുന്ന പോലെ സാധനം അതിനകത്ത് വരും. ഇതുപോലെയുള്ള പ്ലാക്സ്, കൊളസ്ട്രോളിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോഴും ഈ ആർട്ടറീസിൽ ഒന്നിങ്ങനെ ബിൽഡപ്പ് ചെയ്യും. അതെന്താവുന്നുണ്ട്, ഈ പ്ലാക്ക് പോലെ ഇതും വന്ന് അവിടെ ഹാർഡായിട്ട് ഇങ്ങനെ വന്നിരിക്കും. ഇത് വന്ന് കൂടുന്തോറും എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മുടെ എന്താ പറയാ, ഒരു കുഴലാണല്ലോ ബ്ലഡ് ഹാർട്ടിലേക്ക് പാസ് ചെയ്യുന്നത്. ആ കുഴലിൽ കൂടിയാണ് ഈ പറഞ്ഞ ബ്ലഡ് പോരുന്നത്. അതിന്റെ ഭിത്തിയിലാണ് ഈ വന്ന് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് വന്ന് കൂടുക. അപ്പൊ എന്ത് ചെയ്യും? ഈ ബ്ലഡിന് പോകാനുള്ള സ്ഥലം ഉണ്ടാവോ? അടഞ്ഞ് മൊത്തത്തിൽ അടഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ളതൊക്കെ സംഭവിക്കുന്നു. അതായത് ഒട്ടും തന്നെ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യാതെ ബ്ലഡിനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ മൊത്തത്തിൽ അങ്ങോട്ട് അടഞ്ഞു, ഒറ്റയടിക്ക് അടഞ്ഞു പോകുന്നില്ല. പക്ഷെ ഇതുപോലെയുള്ള ചില ചെസ്റ്റ് പെയിൻസ് നമ്മൾ എന്താ പറയാ ഉണ്ടാകുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യാതെ അത് വിടുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഗ്യാസോ അങ്ങനെയൊക്കെയാണെന്നൊക്കെ വിചാരിച്ചാൽ ഇത് എന്താണ് ഒബ്വിയസ്ലി അത് അവിടെ കിടന്ന് കൂടി അങ്ങനെ വരുമല്ലോ. ബിൽഡ് ചെയ്ത് അവസാനം അതിനെ മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യുന്നു. അതേസമയം ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി എന്താണ് ഈ ഇങ്ങനെയുള്ള പ്രശ്നമാകാം എന്ന് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് തോന്നിയാൽ വി ക്യാൻ കൺസൾട്ട് എ ഡോക്ടർ ആൻഡ് ഇഫ് നെസസറി അങ്ങനെയുള്ള ടെസ്റ്റുകളും മറ്റൊക്കെ നോക്കി കഴിയുമ്പോൾ അവരത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് എളുപ്പം നമുക്ക് നീക്കം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കുറച്ചുകൂടി വർദ്ധിപ്പിക്കാം, നമ്മളുടെ ആയുർദൈർഘ്യം ഒന്നുകൂടി കൂട്ടാം, കുറച്ചു നാൾ കൂടി കൂടുതൽ നമുക്ക് ജീവിച്ചിരിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് CABG അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. അതെന്ത് ചെയ്യും? ആ ഗ്രാഫ്റ്റിംഗ്, ആ ഒരു സർജറിയിലൂടെ ഈ ഭിത്തിയിൽ അടിഞ്ഞു കൂടിയ പ്ലാക്സിനെ റിമൂവ് ചെയ്യും. മറ്റേ നേരത്തെ പല്ലിന്റെ ഞാൻ പറഞ്ഞില്ലേ ചുരണ്ടി കളയാം, അത് ഈ സർജറിയിലൂടെ ഇതുപോലെ ഈ സാധനം ഭിത്തിമ പിടിച്ചിരിക്കുന്നതൊക്കെ റിമൂവ് ചെയ്ത് കളയും. So that the blood can flow easily to the heart. അപ്പൊ എന്ത് ചെയ്യും? ബ്ലഡ് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യും ഹാർട്ടിലേക്ക്. നമ്മുടെ ഹാർട്ടിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു ബ്ലഡ് ലെവൽ ഫ്ലോ ചെയ്യുന്ന ബ്ലഡ് ശരിയായി പോയി കഴിയുമ്പോൾ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടക്കുകയും നമ്മുടെ ലൈഫ് കുറച്ചും കൂടി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് കേട്ടോ ആൻജൈന, CAD പോലെയുള്ള ഇത്തരം ഹാർട്ട് പ്രോബ്ലംസ് റിമൂവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആണ് CABG, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. പിന്നെ മാത്രമല്ല കാർഡിയോ വാസ്കുലർ സർജറി ഉണ്ട്. അതായത് ഹാർട്ടിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിനും ഉണ്ടാകുന്ന പല സർജറീസിനെയും കൂടി പറയുന്ന പേരാണ് കാർഡിയോ വാസ്കുലർ സർജറി. അതായത് ഡീൽസ് വിത്ത് ദ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് അവർ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. ആ പാരഗ്രാഫ് എന്താന്ന് മനസ്സിലായോ? ഞാൻ എത്ര നേരം കുറെ നേരമായിട്ട് അത് പറയുന്നല്ലോ. എന്തെങ്കിലും കിട്ടിയോ? എന്താണെന്ന് മനസ്സിലായോ? ഹാർട്ട് പ്രോബ്ലംസിന്റെ ഒരു അല്ലെങ്കിൽ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷനുമായി റിലേറ്റ് ചെയ്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹാർട്ടിന്റെ ഏറ്റവും ബിഗസ്റ്റ് ഏരിയ കവർ ചെയ്യുന്നതാണ്. ആ ബിഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറോണറി ആർട്ടറി ഡിസീസ്. അതിനൊരു എക്സാമ്പിൾ ആണ് ആൻജൈന. ആൻജൈന എന്ന് പറയുന്ന ഒരു സിവിയർ ചെസ്റ്റ് പെയിൻ ആണ്. അത് ഓഫൺ സ്പ്രെഡിങ് ടു ദ ഷോൾഡേഴ്സ്, ആംസ് ആൻഡ് അവർ നെക്ക്. നമ്മുടെ കഴുത്തിലേക്കും ചുവരിലേക്കും അതുപോലെ തന്നെ കയ്യിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു നെഞ്ചുവേദനയും തുടങ്ങും. പക്ഷേ ഈ വേദന പതുക്കെ ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ഇത് പോലെയുള്ള കൊറോണറി ആർട്ടറി ഡിസീസ് റിമൂവ് ചെയ്യാനുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് CABG, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിലൂടെ ഈ ഇതില് ആർട്ടറീസിൽ ഉണ്ടാകുന്ന ഈ പ്ലാക്സ് ഒക്കെ, അതായത് കൊളസ്ട്രോൾ പ്ലാക്ക് ആണ്, കൊളസ്ട്രോൾ പ്ലാക്സ് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കാനൊക്കെ സാധിക്കും. പിന്നെ കാർഡിയോ വാസ്കുലർ സർജറി എന്ന് പറയുന്നത് ഹാർട്ടിന്റെയും ബ്ലഡ് വെസൽസിനും ഉണ്ടാകുന്ന സർജറീസ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആയിട്ട് വേണം എനിക്ക് അടുത്തത് പറയാം. അടുത്തൊരു പാരഗ്രാഫ്. ഇനി അവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പുറത്തേക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ പറയരുത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ചില ആളുകളൊന്നും മിണ്ടുന്നില്ല. അത് തന്നെ.
നമ്മള് ഗ്യാസ് ആണെന്നൊക്കെ വിചാരിച്ചിരിക്കും. എല്ലായ്പ്പോഴും നമ്മൾ അങ്ങനെ മാത്രം വിചാരിക്കരുത്. ഇടയ്ക്ക് ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ നമ്മളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് വൺസ് ഇൻ എ ഇയർ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യണമെന്നൊക്കെ തന്നെയാ എല്ലാവരും പറയുന്നത്. എല്ലാവരും പറയും, പക്ഷെ നമ്മൾ മടിയും അല്ലെ. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡോക്ടറാകും. എനിക്കൊരു പ്രശ്നമില്ല. നമ്മൾ ഓടി നടക്കുമ്പോ എനർജറ്റിക് ആയിട്ട് എല്ലാ കാര്യവും ഓടി നടത്തൊക്കെ ചെയ്യുമ്പോ ഒക്കെ നമുക്ക് അസുഖങ്ങളൊന്നുമില്ല അല്ലെ. എപ്പോഴും നമ്മള് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പറയാൻ പറ്റില്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനത്തെയാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. നമ്മള് ഹാപ്പി ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഓടി നടക്കണം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, ചെയ്യുന്നതാണ്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഇതിനകത്ത് നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് പറ്റുന്നില്ല. കുറെ പേരൊക്കെ ജിമ്മിലൊക്കെ എന്നൊക്കെ പറഞ്ഞൊക്കെ പോകും. പക്ഷേ അതൊക്കെ കുറെയൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മളെപ്പോലുള്ള ലേഡീസിനൊക്കെ കുറഞ്ഞ സമയവും വേണ്ട ഇതിനൊക്കെ അല്ലെ. ഇതിലും സമയമാണ്. അതാണ് ഇപ്പൊ ഈ തികയാത്ത. ഒരു ദിവസമൊന്നും നമുക്ക് എല്ലാത്തിനും തികയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കാർഡിയോളജിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുണ്ട് അതിനകത്ത്. CAD, കൊറോണറി ആർട്ടറി ഡിസീസ്, ആൻജൈന, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ആൻജൈന റിമൂവ് ചെയ്യുന്ന എന്താ പറയാ നമ്മുടെ പ്രൊസീജിയർ, സർജിക്കൽ പ്രൊസീജിയർ ആണ് CABG. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് എഴുതി തരാം. അപ്പൊ അടുത്തത് എന്താ, ഇനിയും കാർഡിയാക് സർജറി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ സർജറീസ് വരുന്നുണ്ട്. ബൈപ്പാസ് സർജറി കേട്ടിട്ടുണ്ടാവും, അത് തന്നെയാണ്. ബൈപ്പാസ് സർജറി ഉണ്ട്, പിന്നെ വാൽവ് റിപ്പയർമെന്റ് ഉണ്ട്, വാൽവ് റിപ്ലേസ്മെന്റ് ഉണ്ട്. വാൽവിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അത് റിപ്പയർ ചെയ്യുന്നു. ആൻഡ് ഓൾസോ റീപ്ലേസ്മെന്റ് ഈസ് ഓൾസോ പോസിബിൾ. ഇവിടെ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വാൽവിന് പൂർണ്ണമായ തകരാറ്, അതായത് നമുക്ക് അവിടെ റിപ്പയർമെന്റ് ഒന്നും സാധ്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് മാറ്റി വേറെ വരണം. അതിനെയാണ് റീപ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. ആൻഡ് ഓൾസോ കൺജനിറ്റൽ ഡിഫക്ട്സ്. കൺജനിറ്റൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഹാർട്ട് പ്രോബ്ലംസ് ബൈ ബർത്ത്. ഇത് ജന്മനാ തന്നെ ചില ആളുകളില്, ചില കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളിലൊക്കെ ജന്മനാ തന്നെ ഹാർട്ടിന്റെ എന്തെങ്കിലും വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ജനിക്കാം. അത് ചിലരൊക്കെ ആ സമയത്ത് ജനിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ അവർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ചിലത് ചിലപ്പോൾ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അതവിടെ അങ്ങനെ ഇരിക്കും. നമ്മൾ പിന്നീട് ഒക്കെ ആയിരിക്കും, കുറെ കഴിയുമ്പോഴായിരിക്കും, കുറച്ചൊക്കെ വലുതായി കഴിയുമ്പോഴാണ് ഇത് ജന്മനാ തന്നെ ഉള്ള പ്രോബ്ലംസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ജന്മന ബൈ ബർത്ത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഹാർട്ട് പ്രോബ്ലംസ്, ഒന്നിലധികം പ്രശ്നങ്ങൾ ഒരുമിച്ചുണ്ടാകുക, അതിനെയാണ് കോൺജനിറ്റൽ ഡിഫക്ട്സ് എന്ന് വിളിക്കാം. അപ്പൊ അതുപോലെയുള്ള പ്രശ്നങ്ങൾ വാസ്കുലാർ ഡീൽസ്, അതായത് വാസ്കുലാർ സർജറീസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് ബ്ലഡ് വെസൽസുമായിട്ട് ബന്ധപ്പെട്ട സർജറീസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്തരം സർജറീസ് എല്ലാം, ബൈപ്പാസ് സർജറി ഉണ്ട്, വാൽവ് റിപ്പയർ, വാൽവ് റീപ്ലേസ്മെന്റ്, കോൺജനിറ്റൽ ഡിഫക്ട്സ്, പിന്നെ വാസ്കുലർ ഡിസീസസ് ഒക്കെ, ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ സർജറിയിലൂടെ മാറ്റി കൊടുക്കുന്നതും നമ്മുടെ കാർഡിയോളജിയിലാണ്. ആൻഡ് ഓൾസോ അനദർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവീസ് കാർഡിയോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ കൂടി ഉണ്ട് അതിനകത്ത് കേട്ടോ. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ എന്താ, അതായത് പേസ് മേക്കർ എന്ന് പറയുന്ന ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു ചെറിയ ഡിവൈസ് ആണ്, ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസ് ആണ്, ഒരു കുഞ്ഞിതാണ്. ഇത് നമ്മളുടെ ഹാർട്ട് ബീറ്റ് സംടൈംസ് ഇറ്റ് ഗോ ടു സ്ലോ, അതായത് ഭയങ്കര കുറവായിട്ട് ഇങ്ങനെ ഹൃദയമെടുപ്പിന്റെ താളവേ ഭയങ്കര കുറഞ്ഞു പോകുന്ന അവസ്ഥ ചില ആളുകളിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ആ ഹൃദയമിടിപ്പിനെ കറക്റ്റ് പേസിൽ, ആ ഇടിപ്പ് ഒരു പ്രത്യേക പ്രൊപ്പോർഷനിലാണ്, അതല്ല എല്ലാവരും ഇത്ര മിനിറ്റില് ഒരു മിനിറ്റിൽ ഇത്ര എണ്ണം ബീറ്റ് ചെയ്യണമെന്നുണ്ട്. അത് ചിലരിൽ ഭയങ്കര ലോ ആയിട്ട് പോകും, അങ്ങനെ കുറഞ്ഞു പോകും. അങ്ങനെ വരുന്ന സമയത്ത് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന, പ്ലേസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ ഡിവൈസ് പേസ് മേക്കർ എന്ന് പറയുന്നത്. അത് എവിടെയാണെന്നറിയോ പ്ലേസ് ചെയ്യുന്നത്? നമ്മുടെ ഇവിടുത്തെ സ്കിന്ന് പൊട്ടിച്ചിട്ട് അതിന്റെ അടിയിൽ, സ്കിന്നിന്റെ അടിയിലാണ്. ഓപ്പറേഷൻ ചെയ്ത് ശരീരത്തിനകത്തോട്ട് വെക്കുന്നില്ല, സ്കിൻ തുറന്നിട്ട് സ്കിന്നിന്റെ അടിയിൽ പ്ലേസ് ചെയ്യും. വലിയ ഇൻസ്ട്രുമെന്റ് ഒന്നും അല്ല, ഒരു കുഞ്ഞിതാണ്, ഒരു 10-25 ഗ്രാം ഒക്കെ ഉള്ളൂ ആ സാധനം. അത്രയും വലിപ്പമുള്ള ഒരു ചെറിയ ഡിവൈസ് വിച്ച് ഈസ് ഓപ്പറേറ്റഡ് ബൈ ബാറ്ററി. ബാറ്ററിയിലാണ് അത് പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പൊ അതവിടെ പ്ലേസ് ചെയ്യും. എന്തിനാ അതവിടെ പ്ലേസ് ചെയ്തിട്ട്, വെൻ അവർ ഹാർട്ട് ബീറ്റ് ഗോസ് ടു ലോ, കുറെ അങ്ങോട്ട് സ്ലോ ആയി പോകുന്ന സമയത്ത് ദിസ് ഇൻസ്ട്രുമെന്റ് പ്രൊവൈഡ്സ് അല്ലെങ്കിൽ സെൻഡ് സിഗ്നൽസ് ടു ദ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിലേക്ക് ഒരു സിഗ്നൽ അങ്ങോട്ട് കൊടുക്കും, താഴേക്ക് കൊണ്ടിട്ടാ ഹൃദയമിടിപ്പ് താഴേക്ക് പോകുന്നു, ലോ ആയി പോകുന്നു എന്നൊരു ഇൻഫോർമേഷൻ അങ്ങോട്ട്, ഒരു സിഗ്നൽ അങ്ങോട്ട് പാസ് ചെയ്യും. ആ സിഗ്നൽ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഹൃദയം വീണ്ടും അതേ കറക്റ്റ് പേസിലേക്ക് ഇടിപ്പ് കൂട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അങ്ങനെ കറക്റ്റ് പേസില്, കറക്റ്റ് ലെവലില്, കറക്റ്റ് പ്രൊപ്പോർഷനിൽ ആ ബീറ്റിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഡിവൈസിനെയാണ് നമ്മൾ പേസ് മേക്കർ എന്ന് വിളിക്കുക. അത് ഇംപ്ലാന്റ് ചെയ്യുന്നത് കൊണ്ട് അതിന് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ ഓൾസോ കംസ് അണ്ടർ ദിസ് കാർഡിയോളജി. അതും ഈ ഒരു വിഭാഗത്തിലാണ് വരിക.
ഓക്കെ, അപ്പൊ വാസ്കുലാർ സർജറീസ് ഉണ്ട്, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ ഉണ്ട്, കോൺജെനിറ്റൽ ഡിഫക്ട്സ് എന്താ പറയാ തീർത്തു കൊടുക്കുന്നതിന്റെ സർജറീസിലൂടെ, വാൽവ് റിപ്പയർമെന്റ് ഉണ്ട്, വാൽവ് റീപ്ലേസ്മെന്റ് ഉണ്ട്, ബൈപ്പാസ് സർജറീസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റുകൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് കാർഡിയോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ എന്താണ് കാർഡിയോളജി ആസ് എ ടോട്ടൽ? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ എന്താണെന്ന് ഫുള്ള് മനസ്സിലായോ? എവിടേക്കോ ചില ആൾക്കാർ മനസ്സിലാകാത്തവരില്ലല്ലോ. ഓക്കെ, പെട്ടെന്ന് കുറെ പേരൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? ഇവിടെ തമ്പൊന്നുമില്ല, തമ്പെങ്കിലും ഉണ്ടാവണമല്ലോ. എവിടെന്ന് പറയണം ഒന്നുകൂടി? പറയോ ഒന്ന്? എവിടെന്ന് പറയണം? എന്താ ഇതിനകത്ത് മനസ്സിലാവാത്തത്? എന്നോട് നിങ്ങോട് പറഞ്ഞേ, ഏതാണ് ഈ പർട്ടിക്കുലർ ടോപ്പിക് മനസ്സിലാവാത്തതെന്ന് പറയൂ. ഒരുപാട് കാര്യങ്ങൾ കാർഡിയോളജിയിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു. അവിടെ കിടക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇതിനകത്ത് ഏതാണ് നമുക്ക് മനസ്സിലാകാത്ത? ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിളാ ഏത്? ലാസ്റ്റ് പറഞ്ഞ പേസ് മേക്കറാണ്. പേസ് മേക്കർ ആണോ? ഒന്നുകൂടി പറഞ്ഞു തന്നാൽ ഇതിന്റെ നോട്ട് പറയാൻ എനിക്ക് സമയം കിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫ് പറയാം. അതായത് കാർഡിയാക് സർജറിയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്നാണ് ആ പറഞ്ഞേക്കണേ. കാർഡിയാക് സർജറി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഹാർട്ടിന്റെ സർജറി. ഈ ഹാർട്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അവിടെ ഒരുപാട് ഡിസീസസ് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവര് സർജറിയിലൂടെ മാറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് എന്തൊക്കെയാണ് അതിനകത്ത് കൊടുക്കുന്ന ആ സർജറീസ് ഏതിനൊക്കെ ഭാഗത്താണ്? ബൈപ്പാസ് സർജറി, വാൽവ് റിപ്പയർ, വാൽവ് റിപ്പയർമെന്റ്, റീപ്ലേസ്മെന്റ്. വാൽവിലെ ഹൃദയത്തിന് ഒരു വാൽവ് ഉണ്ട്, ആ വാൽവിന് എന്തെങ്കിലും കേടുപാട് വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. റിപ്പയർ ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്നതല്ലെങ്കിൽ അത് മാറ്റി വേറെ സ്ഥാപിക്കേണ്ടി വരും. അതിനെയാണ് റീപ്ലേസ്മെന്റ് എന്ന് വിളിക്കാം. പിന്നെ കോൺജെനിറ്റൽ ഡിഫക്ട്സ്, അതായത് ബൈ ബർത്ത് കൊണ്ട് ജന്മന തന്നെ ചില ആളുകളിൽ എന്തുണ്ടാകും? ഹാർട്ടിന്റെ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒന്നിലധികം പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനെല്ലാത്തിനും കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജെനിറ്റൽ ഡിഫക്ട്സ് എന്ന്. പിന്നെ വാസ്കുലാർ ഡീൽസ് എന്ന്, വാസ്കുലാർ ബന്ധപ്പെട്ടിരിക്കുന്നത് ഡിസീസസ് ഓഫ് അവർ ഹാർട്ടിന്റെ ബ്ലഡ് വെസൽസ് ആണ്. ബ്ലഡ് വെസൽസിനുണ്ടാകുന്ന സർജറീസ്, അതാണ് വാസ്കുലാർ എന്ന് പറയുന്നത്. കാർഡിയാക് വാസ്കുലർ സർജറി എന്ന് പറയുമ്പോൾ ഹാർട്ടിന്റെ മൊത്തത്തിലുള്ളതാണ്. കാർഡിയാക് സർജറിയിൽ വരുന്നത് ബൈപ്പാസ് സർജറി, വാൽവ് റിപ്പയർമെന്റ്, വാൽവ് റീപ്ലേസ്മെന്റ്, കോൺജെനിറ്റൽ ഡിഫക്ട്സുകളൊക്കെ ആണെങ്കിൽ വാസ്കുലർ ഡീൽ ചെയ്യുന്നത് എന്തുമായിട്ടാണ്? ഹാർട്ടിന്റെ ബ്ലഡ് വെസൽസുമായിട്ട് ബന്ധപ്പെട്ട സർജറീസ് ആണ്. ഓക്കെ, ഇനി മാത്രമല്ല പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. ഹാർട്ട് ബീറ്റ് വളരെ കുറഞ്ഞു പോകുന്നവരിൽ ഒരു ചെറിയ ഒരു ഡിവൈസ്, പേസ് മേക്കർ എന്നാണ് അതിന്റെ പേര്. ആ ഡിവൈസ് നമ്മുടെ സ്കിന്നിനടിയിൽ, ത്രോട്ടിന്റെ അടിയിലുള്ള, ഈ കഴുത്തിന്റെ അടിയിലുള്ള എന്താ പറയാ സ്കിന്ന് തുറന്നിട്ട് അവിടെയാണ് അത് പ്ലേസ് ചെയ്യുക. അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹാർട്ട് ബീറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്ര മിനിറ്റിൽ ഇത്ര എണ്ണം ഇടിക്കാൻ പാടുള്ളൂ. ചിലപ്പോ അത് കുറഞ്ഞു പോകും ഭയങ്കരമായിട്ട്, 10, 50, 40 ഒക്കെ പോകുമ്പോൾ ആ ഒരു ലെവലിനെ എന്താ പറയാ ഇൻക്രീസ് ചെയ്ത് കറക്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ചെറിയ ഡിവൈസ് ആണ് പേസ് മേക്കർ. അന്നേരം എന്ത് ചെയ്യുന്നത്? ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം ഏതെങ്കിലും എന്താ പറയാ പേഷ്യന്റിന്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് ലോ ആയിട്ട് പോകുന്ന സമയത്ത് ഈ ഒരു കുഞ്ഞു ഉപകരണം എന്ത് ചെയ്യും? ഒരു സിഗ്നൽ പാസ് ചെയ്യും. എവിടേക്ക്? ഹാർട്ടിലേക്ക് ഒരു സിഗ്നൽ സെൻഡ് ചെയ്യും. അപ്പൊ സെൻഡ് ചെയ്യുന്ന സിഗ്നൽ എവിടേക്ക് കിട്ടും? ഹാർട്ടിലേക്ക് കിട്ടും. ഞാനിപ്പോ എന്തെങ്കിലും ഒരു സിഗ്നൽ ഒരാൾക്ക് കൊടുത്താൽ അത് റെസിപ്പിയന്റ് ഉണ്ടാവുമല്ലോ, അവിടെ അത് സ്വീകരിക്കുന്ന ആള്. ഇവിടെ ഈ സിഗ്നൽ റിസീവ് ചെയ്യുന്നത് ഹാർട്ടാണ്. ഹാർട്ട് റിസീവ് ചെയ്യുമ്പോ ഹാർട്ടിന് മനസ്സിലാവും, ഓ ഞാൻ താഴേക്ക് പോകുന്നു എന്ന്, അല്ലെ? അപ്പൊ അത് വേഗം തന്നെ കറക്റ്റ് പേസിലേക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇത് കാണിക്കും. അത് അതിന്റെ പ്രവർത്തനം പോലെ തന്നെ. ഓക്കെ, ആ പേസ് മേക്കർ അതൊരു സിഗ്നൽ കൊടുക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് ഹാർട്ട് വീണ്ടും പഴയ ലെവലിലേക്ക് ഇടിക്കാൻ തുടങ്ങും, ബീറ്റ് ചെയ്യാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. അതുപോലെ ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഹാർട്ട് അറ്റാക്കിന്റെ മറ്റൊരു പേരാണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മളൊക്കെ പറയുന്നത് അവരുടെ മെഡിക്കൽ ഭാഷയിൽ, മെഡിക്കൽ സയൻസിൽ അവർ ഉപയോഗിക്കുന്നത് ഹാർട്ട് അറ്റാക്കിനേക്കാൾ കൂടുതൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ് അവരുടെ ഒരു രീതി. അവർ എഴുതുമ്പോഴൊക്കെ റിപ്പോർട്ട്സ് ഒക്കെ എഴുതുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വെച്ച് വന്നവർക്ക് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെ എഴുതാം.
കാർഡിയാക് അറസ്റ്റ്, അതുപോലെ തന്നെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ MI ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ അതിനകത്ത് എഴുതി പിടിപ്പിക്കുക. അല്ലാതെ എന്താ പറയാ ഹാർട്ട് അറ്റാക്ക് എന്നൊന്നും അവരുടെ ഭാഷയിൽ എഴുതില്ല. നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മളാണ് അതൊക്കെ പറയാ. കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിച്ച, കൂടുതലും ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇത്തരം വാക്കുകളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. കുറച്ച് വേർഡ്സിനൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേർഡ്സ് ഒന്നും ആയിരിക്കില്ല മെഡിക്കൽ സയൻസിൽ അവർ ഉപയോഗിക്കുന്നത്. അസുഖങ്ങളുടെ പേരാകാം, അവര് എന്താ പറയാ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളുടെ പേരാകാം, അവർ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകളുടെ പേരാകാം, ഇതൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അവർ ഉപയോഗിക്കുന്ന പേരുകൾ തമ്മിൽ. ഓക്കെ, അതാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. കിട്ടിയോ? ഇപ്പൊ മനസ്സിലായോ? നൗഷിത കിട്ടിയോ? നൗഷിതല്ലേ ചോദിച്ചേ? യെസ്. അപ്പൊ നമുക്ക് ഈ കാർഡിയോളജിയില് മറ്റേ കാഷ്വാലിറ്റിയിലൊക്കെ ഒന്നുമില്ല പറയാനായിട്ട്. കാർഡിയോളജിയിൽ കുറച്ച് നോട്ടുണ്ട്, പെട്ടെന്ന് ഓടെ എഴുതിക്കോട്ടെ, അല്ലെങ്കിൽ എന്റെ സമയം കിട്ടില്ല. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് കുറച്ച് നോട്ട് ഉണ്ട്, അധികം എഴുതിക്കോ. ആദ്യം തന്നെ കൊറോണർ കാർഡിയോളജി എന്ന് ഹെഡിങ് എഴുതാം. കാർഡിയോളജി തരുന്ന നോട്ട് ഇതിന്റെ ഒപ്പം പഠിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻസ് അത് റിലേറ്റഡ് ആയിട്ടുള്ളത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇതിന് എക്സ്ട്രാ നോട്ട്സ് തരുന്നത്. അങ്ങനെയുള്ളതാണ് നമ്മൾ എക്സ്ട്രാ നോട്ടായിട്ട് തരിക, അല്ലെങ്കിൽ തരില്ല. അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് തന്നെയാണ് നോട്ട്. വേണം എന്ന് നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലും റെഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് കൊണ്ടാണ് എക്സ്ട്രാ നോട്ട്സ് അങ്ങനെ തരുന്നത്. അത് അന്നേരം അതുകൂടി ചേർത്ത് പഠിക്കണം. അല്ലാണ്ട് തന്നിരിക്കുന്ന നോട്ട് മാത്രമല്ല ടീച്ചർ പഠിക്കാൻ പറഞ്ഞു, അങ്ങനെയില്ല. നമ്മൾ ഇവിടുന്ന് ക്ലാസ്സിനകത്ത് ടീച്ചേഴ്സ് തരുന്ന എക്സ്ട്രാ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മീനിങ് ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടാ, വേർഡ് മീനിങ് ഒന്നല്ല. വേർഡ് മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം തരുന്നതാണ്. അല്ലാതെ ഉള്ളത് നോട്ട്സ് ആയിട്ടൊക്കെ തരുന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് പഠിക്കാം. കാർഡിയോളജി എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ CAD എന്ന് എഴുതാം കേട്ടാ. CAD ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാം. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാം CAD. ഒരു ഹൈഫൻ ഇട്ടിട്ട് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് എഴുതാം. കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസ്. എഴുതിയോ? കൊറോണറി ആർട്ടറി ഡിസീസ് എഴുതിയോ? CAD. ഫുൾ ഫോം ഒക്കെ തെറ്റിച്ചൊക്കെ തരും. പല കൊറോണറി ആർട്ടറി ഡിസീസിന് പകരം വേറെ രീതിയിലൊക്കെ വരും. അതൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ ഇതാ ആൻജൈന. ആൻജൈന ഹാർട്ട് പ്രോബ്ലംസിൽ ഒരു ഭയങ്കര വൈഡ് ഏരിയ കവർ ചെയ്യുന്നതാ ഈ കൊറോണറി ആർട്ടറി ഡിസീസ്. അതിന് ഒരു ഉദാഹരണമാണ് ആൻജൈന. ആൻജൈന ഹൈഫ്നറ്റഡ് എഴുതാം. സിവിയർ പെയിൻ. സിവിയർ പെയിൻ ഇൻ ചെസ്റ്റ്. ഇൻ chest, CHEST, in chest. Severe pain in chest, often OFTEN, often spreading to neck, 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 shoulders, 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 and arms. And arms, 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 due to inadequate blood supply to heart. Due to inadequate blood supply to heart. എഴുതിയോ? Okay, next one. Coronary artery bypass grafting. Coronary artery bypass grafting. ബ്രാക്കറ്റില് CABG എന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ചെയ്താ ഷോർട്ട് ഫോം. CABG, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. കുറെ ഈ പറയുന്ന മെഡിക്കലില് നമ്മൾ മെഡിക്കൽ സയൻസ് ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങളുടെ ഒക്കെ അബ്രീവിയേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനൊരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ സിലബസിൽ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ മനസ്സിലാക്കാം, അവിടെ ഉണ്ട് അങ്ങനെ ഒരു ചാപ്റ്റർ. കണ്ടായിരുന്നോ ആരെങ്കിലും? മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ സിലബസിലുണ്ട്, കണ്ടോ? ആഹാ, കണ്ടില്ലേ? കണ്ട്. സിലബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുറെ ദിവസമൊക്കെ ഒച്ചപ്പാടൊക്കെ എടുത്തവരല്ലേ. അപ്പൊ കിട്ടി കഴിയുമ്പോ മൊത്തത്തിലൊന്ന് നോക്കണമായിരുന്നു ഏതൊക്കെ ചാപ്റ്റർ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട് കുറെ
അബ്രിവിയേഷൻസ് ഒക്കെ ഷോർട്ട് ഫോംസ് പഠിക്കാനുണ്ട്, പലതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത്. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് CABG ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ to treat coronary artery disease, caused by CAUSED, caused by the build up of CAUSED anta, caused by the buildup of plaques, PLAQUES, buildup of plaques, PLAQUES, plaques in the arteries of heart, in the arteries, ARTERIES, in the arteries of heart, full stop. By CABG, ഇനി അത് മുഴുവൻ നേരത്തെ ചെയ്തൊന്നുമില്ല, നമ്മള് ഷോർട്ട് ഫോം എഴുതിയാൽ മതി. ബൈ CABG, അതായത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗിലൂടെ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബൈ CABG, can relieve, RELIEVE, relieve chest pain, and നെഞ്ചുവേദന കുറയ്ക്കാനും അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടാനും, ആൻഡ് ഇൻക്രീസ് അവർ ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം, ലൈഫ് എക്സ്പെക്ടൻസി, EXPCTANCY. കിട്ടിയോ? ഇടാൻ പറ്റിയോ എല്ലാവർക്കും? പ്ലാക്ക് റിമൂവ് ചെയ്ത് നമ്മളുടെ നെഞ്ചുവേദന ഇല്ലാതാക്കാനും നമ്മളുടെ ആയുർദൈർഘ്യം കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് കിട്ടാനും CABG സഹായിക്കുന്നു. അതാണ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് വൺ, പേസ് മേക്കർ. ഹൈഫനറ്റ് എഴുതാം. A small battery operated device, battery operated device which senses when heartbeat is too slow. Full stop. The pacemaker send, SEND, send signal to the heart. Pacemaker heartiലേക്ക് സിഗ്നൽ കൊടുക്കുന്നു. Send signal to the heart to make the heartbeat at the correct pace. ശരിയായ പേസിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹാർട്ടിലേക്ക് ഈ പേസ് മേക്കർ ഒരു സിഗ്നൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. Full stop. It is implanted under the skin. സ്കിന്നിന്റെ അടിയിലാണ് ഇത് ഇംപ്ലാന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ എഴുതാം. മയോകാർഡിയൽ ഇൻഫാക്ഷൻ, MYCARDIAL, അതിനൊരു ഹൈഫൻ ഇട്ടിട്ട് ഹാർട്ട് അറ്റാക്ക് എന്ന് എഴുതാം കേട്ടോ. മയോകാർഡിയൽ ഇൻഫാക്ഷന്റെ മറ്റൊരു വേർഡാണ്, അതിന്റെ ഒരു സിനോണിം ആണ്
ഹാർട്ട് അറ്റാക്ക് ഏതാ? ഹാർട്ട് അറ്റാക്ക്, HEART, ഹാർട്ട് അറ്റാക്ക്. ഒരെണ്ണം കൂടി ഏതാ? കോൺജെനിറ്റൽ ഡിഫക്ട്സ്. കോൺജെനിറ്റൽ ഡിഫക്ട്സ്. കോൺജെനിറ്റൽ ഡിഫക്ട്സ്. ആരെങ്കിലും എഴുതി തീർന്നില്ലെങ്കിൽ ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോട്ടിൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് കമന്റ് ചെയ്താൽ മതി അവിടെ. വൺ ഓർ മോർ പ്രോബ്ലംസ് വിത്ത് ദ ഹാർട്ട്. വൺ ഓർ മോർ പ്രോബ്ലംസ് വിത്ത് ദ ഹാർട്ട് that are present at birth. One or problems of heart that are present at birth. That are present at birth. ജന്മനാ തന്നെ ഒന്നിലധികം പ്രശ്നങ്ങൾ ഹാർട്ടിന് ഉണ്ടാകുന്നതാണ് കോൺജെനിറ്റൽ ഡിഫക്ട്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര